ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊപ്ര വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൊപ്ര ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അരിയാന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കൊപ്ര എടുത്തിട്ടുണ്ട്. കൊപ്ര വാഴക്കൊടപ്പൻ എന്നൊക്കെ പറയും. അപ്പോൾ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോള പൊളിച്ച് കളയാം. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചധികം പോളകൾ ഞാൻ പൊളിച്ച് കളയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ തണ്ട് ഒടിച്ച് കളയാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെയും കൂടിയും ഇതേപോലെ പോള കളഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മെത്തേഡിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. നമ്മുടെ കൈമ കറയാവാണ്ടിരിക്കാൻ നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ തുമ്പ് ഭാഗത്ത് ഒന്ന് കത്തി കൊണ്ട് നന്നായി ഒന്ന് കുത്തി കൊടുക്കാം. ഇതേപോലെ തുമ്പ് ഭാഗത്ത് നന്നായി കുത്തിയെടുക്കാം. ഇനി നമുക്കിത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ അരിയാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി നമുക്ക് അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊപ്ര ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായി അരഞ്ഞു പോകരുത്, ഒന്ന് പൊടിഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തിരുമ്മി വയ്ക്കാം. ഇപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതും നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വഴന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അത് നന്നായി ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതും നന്നായി ഇളക്കി നമുക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കൊപ്ര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് നേരം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാണ്ടിരിക്കാൻ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊപ്ര തോരൻ അല്ലെങ്കിൽ വാഴക്കൊടപ്പൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.